അളിയ അജിനെ അപ്പച്ചിനെ മോനാ അനുരാജ് നല്ല കഴിവുള്ള പോയനാ. കലോത്സവത്തിനൊക്കെ ഫസ്റ്റാ. കലോത്സവത്തിനൊക്കെ ആഹാ കഴിവുള്ള പിള്ളേരൊക്കെ കേറി വരട്ടെ. എടാ ഞാൻ നോക്കുമ്പോഴേ ഒരു മൂലക്കിരുന്ന് പാട്ട് പാടുന്നറാ. കഴിവുള്ള പയ്യൻ അങ്ങനെ മൂലക്കിരുന്ന് പാട്ട് പാടിയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങ് പിടിച്ചോണ്ട് വന്നു. കലോത്സവത്തിനൊക്കെ ജഡ്ജസ് ആയിട്ടൊക്കെ അടിയുണ്ടാക്കി 5ാം സ്ഥാനം 1ാം സ്ഥാനമൊക്കെ ആക്കും നമ്മള്. എന്റെ അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാ. ഷാളൂരിയൊക്കെ അടിക്കും ജഡ്ജസിന്. ആ വെരി സപ്പോർട്ടിങ് ഫാമിലി. നീ നിന്റെ 2-3 പാട്ടൊക്കെ ഒന്ന് പാടേ, നമ്മളെ കേക്കട്ടെ. ചേട്ടാ ഒരു കണയോടെ നിർബന്ധിക്കണം. ഞാൻ അങ്ങനെ നിർബന്ധിച്ചാലേ ഇതൊക്കെ ഉള്ളൂ. എന്നാ നിർബന്ധിച്ചു പാടൂ. അയ്യോ അത് ഏമ്പക്ക മുട്ടേ. അതെന്താ അതിലും ഉണ്ട്. ഓക്കെ എന്താ കുളിരുന്നാ? എന്താ മക്കളെ തണുക്കുന്ന ബെഡ്ഷീറ്റ് വേണോ? അല്ല തുടക്കമാണ് പാട്ടിന്റെ. എന്നും നിന്നെ എന്റെ അമ്മോ വെണ്ണിലാവ് തളികേ തളികേ പലകേ പലകേ ലളിതം. എന്താ ഇവിടെ എന്താണ് അവിടെ ഉള്ള എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ അണ്ണ. ലതികേ ലതികേ പൊന്നും ഇതെന്തോന്ന്? ഇത് പാട്ടായിരുന്നാ? മോനെ നീ പാട്ട് പാടുന്നത്, നീ കരയല്ലായിരുന്നോ? ഇതെന്തോന്നത്? ഇടാ നിനക്ക് ഇവന്റെ കഴിവ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇവനെ പിടിച്ചോണ്ട് വരുമോ ഇവിടെ? അണ്ണാ ഞാൻ വേറൊരു പാട്ട് പാടുവണ്ണ. അതിലെണ്ണ ചിലപ്പോ നിന്ന നിപ്പിന് വീണു പോകും കേട്ടോ. എങ്കിൽ പാട്. അണ്ണാ കണ്ണ് ഇറങ്ങ അണ്ണാ ഇറങ്ങണ എന്നാ കേട്ടോ. അരികിലെ പുതുമന്ദാരമായി വിടരുമീ ഉണരുവാൻ കൊതി തീരുന്നൊരു. ഫുള്ള് പാടാൻ പറ്റൂലണ്ണ, വേറെ പാട്ട് പാടാം. ആ വന്ന് കിടന്ന് കരയുന്നു. നീ എന്തിനാണ് ഈ പിള്ളേരെയൊക്കെ വിളിച്ചോണ്ട് വന്ന് എന്റെ മുമ്പിൽ വെച്ച് കരയിപ്പിക്കുന്ന? നിനക്ക് ലോഫി സോങ്സ് അറിയത്തില്ലേ? ആ ഫീലില് പാടുന്നതാണ് അവൻ. കണ്ട ആ ഫീല് കരഞ്ഞു പോയി. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ. ചേട്ടാ ചേട്ടാ എന്താ? ശാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് പൊട്ടു തൊടുന്നൊരു കവിളിൽ നേരത്ത് കലോത്സവത്തിന് ഏറ്റവും കൂടുതൽ ശ്വാസം പിടിച്ച് പാടിയതിന് കിട്ടിയ പാട്ടാ. സൂപ്പറായിട്ട് പാടിയിടാ നീ, അടിപൊളിയായിട്ട് പാടി. ഹലോ